അതായത് ആദ്യം ചോപ്പറിൽ, ഹെലികോപ്റ്ററിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹെർക്കുലീസ് എയർക്രാഫ്റ്റിൽ പാരാട്രൂപ്പേഴ്സ് ഇവർ ഈ പറയുന്ന ഐലൻഡിലോട്ട് വരുന്നു. അതിനു മുമ്പൊരു കാര്യം ചെയ്യുക അവർ. അതിന് തൊട്ട് മുമ്പായിട്ട് ഈ വെനൂസിലയിലുള്ള ഓപ്പറേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതായത് നിക്കോളാസ് മഡ്രോവിൻ്റെ ആ പാലസിൽ ഏകദേശം 5000-ഓളം സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. അതായത് അയാൾക്ക് ചുറ്റുമായിട്ട് ആ പാലസിൽ അത് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഒത്തിരി പേരെ കൊല്ലപ്പെട്ടു. ഇത് എനർജി ഉപയോഗിച്ചാണ് ഇത് കൊന്നതെന്നാണ് പറയുന്നത്. അതായത് പ്രത്യേക റേ അടിച്ചിട്ട് ഇവരെല്ലാം ഛർദ്ദിച്ച് കിടക്കുമായിരുന്നു. അതേപോലെ തന്നെ ഈ കർഗ് ഐലൻഡിൽ ആരൊക്കെ ഉണ്ട്, അതായത് ഇറാനിയൻ സേന. കാരണം ഇറാനിയൻ്റെ പട്ടാളവുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളെല്ലാം ഡിസ്മാൻഡിൽ ചെയ്തു എന്നാണ് അമേരിക്കൻ സേന പറയുന്നത്. പക്ഷേ വീണ്ടും അവരത് അതിൻ്റെ ഇവിടെ മൈൻ കാണും ഉറപ്പായിട്ടും. അതേപോലെ തന്നെ ഇതുമായിട്ട് അടുക്കുന്ന കർഗുമായിട്ട് അടുക്കുന്ന ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഒരു മൈൻ പാകിയേക്കും. ആദ്യം ഒരു ഡീമൈനിങ് പ്രോസസ്സ് കാണും. അതായത് ഈ പറയുന്ന എനർജി ഉപയോഗിച്ച് മറ്റേ ടെക്നോളജി ഉപയോഗിച്ച് ഈ മൈനിങ്, അതായത് ആ മൈൻസ് എങ്ങനെയാണ് ബ്ലാസ്റ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി ആദ്യം അവർ ചെയ്യും. കാരണം സെക്വേർഡ് ആക്കും. അതിനുശേഷം ഈ ഹെർക്കുലീസ് 130 അല്ലെങ്കിൽ മറ്റുള്ള ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൽ ഈ പാരാട്രൂപ്പേഴ്സ് ഇവിടുന്ന് ജമ്പ് ചെയ്യുന്നു. ഇത് മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും നല്ല പാരാട്രൂപ്പേഴ്സ് ഉള്ള രാജ്യമാണ് അമേരിക്ക. അവർ നിരന്തരമായിട്ട് ഈ എക്സർസൈസ് ചെയ്യുന്ന കൂട്ടരാണ് ലോകത്ത് എവിടെയും പോയിട്ട്. ഇന്ത്യയിലും അത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു പാരാട്രൂപ്പേഴ്സിൻ്റെ ഒരു ആക്ഷൻ ഞാൻ ഗ്വാളിയോറിൽ ഇന്ത്യ അമേരിക്ക ജോയിൻ്റ് എക്സർസൈസിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാരാട്രൂപ്പേഴ്സ് അവിടെ ജമ്പ് ചെയ്യും. അതിന് സമാന്തരമായിട്ട് അതിൻ്റെ സെയിം സമയത്ത് അമേരിക്കയ്ക്ക് ഉള്ള ഒരു ഷിപ്പുണ്ട്, ട്രിപ്പോളി, അതേപോലെ ബോക്സർ. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഷിപ്പാണ്. ഏകദേശം 4000-5000 പട്ടാളക്കാർ അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട്. ഈ ഷിപ്പ് നേരെ അങ്ങ് ഈ ട്രിപ്പോളി എന്ന് പറയുന്ന ബോക്സർ എന്ന് പറയുന്നത് ഈ പറയുന്ന ബീച്ചിലോട്ട് അങ്ങ് കയറും. അതായത് കടലിൽ നിന്ന് നേരെ ഇത് ബീച്ചിനകത്തോട്ട് അങ്ങ് കയറും. അതായത് ഒരു സമയത്ത് ഇത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പാരാട്രൂപ്പേഴ്സ് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ട്രിപ്പോളിയും അതേപോലെ ബോക്സർ എന്ന് പറയുന്ന ഷിപ്പുകൾ ഇതേപോലെ തന്നെ ഈ പറയുന്ന ബീച്ചിലോട്ടങ്ങ് കയറും. അതിൻ്റെ കൂടെ തന്നെ ഇവർ ജമ്പ് ചെയ്യുന്ന പാരാട്രൂപ്പേഴ്സ് ഉറപ്പായിട്ട് ഇറാൻകാർ ഫയർ ചെയ്യും. അതൊക്കെ ഇതിൻ്റെ അകത്ത് അമേരിക്കക്കാർക്കും മരണം ഉണ്ടാകും. പക്ഷേ അവർക്കിത് ചലഞ്ചാണ്. അത് അമേരിക്കൻ ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.